ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ സ്റ്റഡി കോർണർ വിത്ത് അബി. ഇന്ന് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക് അഡിഷൻ എന്നതാണ്. അഡിഷൻ ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റായി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ടിപ്സുകളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇത് പൊതുവായിട്ട് കോമ്പറ്റേറ്റീവ് എക്സാംസ് ട്രൈ ചെയ്യുന്ന ബിഗിനേഴ്സിനും സ്കൂൾ സ്റ്റുഡൻസിനും ഒക്കെ ഉപകാരപ്പെടും ഈ ടിപ്സുകൾ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ നമുക്കിനി ഏതൊക്കെയാണ് ടിപ്സുകളെന്നും അതെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നും നമുക്ക് നോക്കാം. വളരെ ഡീറ്റെയിൽ ആയി തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാരണയായി ചെയ്യുന്ന രീതിയും അല്ലാതെ ഈസി ആയിട്ട് ചെയ്യുന്ന രീതികളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു സംഖ്യ എഴുതാം. അത് സാധാരണയായി എങ്ങനെയാണ് നമ്മൾ കൂട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം എഴുതുന്നത് 25 + 35 എന്നതാണ്. ഇത് നമ്മൾ സാധാരണയായി ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക? ആദ്യം ഓൺസിൽ കിടക്കുന്ന 5 + 5 10 ആണ്. അപ്പോൾ 0 എഴുതി, 1 ശിഷ്ടം എഴുതി. 2 + 3 5 ആണ്. അപ്പോൾ 5 + 1 6. അങ്ങനെ 60 എന്ന ആൻസർ കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ സാധാരണയായി ചെയ്യാറ്. അപ്പോൾ ഈ ശിഷ്ടം വരുമ്പോൾ ചിലവർക്ക് തെറ്റിപ്പോകുന്നതിൻ്റെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് വേറൊരു മെത്തേഡും കൂടി ഞാൻ പറയുന്നത് ഇവിടെ. അപ്പോൾ ഇതേ സംഖ്യ തന്നെ നമുക്ക് വേറെ രീതിയിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ടെൻസ് പ്ലേസിൽ കിടക്കുന്നതിനെ തമ്മിൽ കൂട്ടുക. 2 + 3 അത് ടെൻസ് ആകുമ്പോൾ 10 ആണല്ലോ. അപ്പോൾ 20 + 30 അങ്ങനെ 50 കിട്ടും. പിന്നെ വൺസ് പ്ലേസിൽ കിടക്കുന്ന 5 + 5 എന്താണ്? 10 ആണ്. അങ്ങനെ 50 + 10 എന്ന് പറയുന്നത് എന്താണ്? ആൻസർ 60 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇതാണ് നമ്മളെന്താ മൈൻഡിൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ട ഒരു ടിപ്പെന്ന് പറയുന്നത്. അത് എഴുതി ചെയ്യുന്നതല്ല, മൈൻഡിൽ നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ ഒരു മെത്തേഡ് യൂസ് ആവും. അതുപോലെ നമുക്ക് വേറൊരു സംഖ്യ നോക്കാം. 43 + 27. ഇതും അതേ ഫോർമാറ്റിൽ തന്നെ ചെയ്യാം. 40 + 20 ആദ്യം ചെയ്യാം. അപ്പോൾ 40 + 20 എന്ന് പറയുന്നത് 60 ആണ്. ആ 60യുടെ കൂടെ വൺസിൽ കിടക്കുന്ന 7 + 3 എന്നുള്ളത് ആഡ് ചെയ്ത് 10 എന്ന് കിട്ടും. അപ്പോൾ 60 + 10 എന്ന് പറയുന്നത് 70 എന്ന് ആൻസർ കിട്ടും. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഏതൊരു കണക്ക് കിട്ടിയാലും ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത്. മൈൻഡിൽ ചെയ്യുമ്പോൾ ഉള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു സംഖ്യ കൂടെ നോക്കിക്കഴിഞ്ഞാൽ 15 + 23. ഇതും അതേ രീതിയിൽ തന്നെ അപ്രോച്ച് ചെയ്യുക. ഫസ്റ്റ് 10 + 20 30 എന്ന് കിട്ടും. അതിനോടൊപ്പം 5 + 3 8 ആണ്. 30 + 8 എത്രയാണ്? 38 എന്ന് ആൻസർ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ മൈൻഡിൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ട ഐഡിയ എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഗുണമെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ ചെയ്തതുപോലെ ശിഷ്ടം വരികയോ അല്ലെങ്കിൽ അത് എഴുതാൻ വിട്ടുപോവുക, ഇങ്ങനത്തെ മിസ്റ്റേക്സ് സംഭവിക്കുക കുറഞ്ഞ് വരും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഈസി മെത്തേഡ്സ് ചെയ്ത് ശീലിക്കുന്നത് നന്നായിരിക്കുമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് 2 ഡിജിറ്റാണ് നമ്മൾ നോക്കിയത്. ഇനി നമുക്ക് 3 ഡിജിറ്റ്സിൽ എങ്ങനെയാണെന്നും കൂടി നോക്കാം. 3 ഡിജിറ്റ്സും ഇതേ രീതിയിൽ തന്നെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ എഴുതിയത് വളരെ ഈസി ആയിട്ടുള്ളതൊന്നാണ് കേട്ടോ. അപ്പോൾ 500 + 200 എന്ന് പറയുമ്പോൾ ഇവിടെ ഈസിയാണ്. അപ്പോൾ വൺസും ടെൻസും 0 ആയതുകൊണ്ട് 100ൽ കിടക്കുന്ന 2 എണ്ണം കൂട്ടിയാൽ മാത്രം മതി. അപ്പോൾ 5 + 2 7 ആണ്. ഇപ്പുറത്ത് രണ്ടും സീറോസ് ആണ് കിടക്കുന്നത് കൊണ്ട് ഇപ്പുറത്ത് 7 2 0 ഇടുമ്പോൾ തന്നെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഇതുപോലെ തന്നെയാണ് നമ്മൾ വേറെ ഏത് 3 ഡിജിറ്റ് കിട്ടിയാലും ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 500 + 200 700 എന്ന് നമുക്ക് ഈസിയായി കിട്ടി. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ വേറൊരു 3 ഡിജിറ്റും കൂടെ നോക്കാം. അടുത്ത് ഞാൻ എഴുതിയത് 435 + 243 ആണ്. ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. ഫസ്റ്റ് 100 പ്ലേസിൽ കിടക്കുന്നത് 400ഉം 200ഉം ആണ്. 4 + 2 6 ആണല്ലോ. അപ്പോൾ 600 ആണ്. അപ്പോൾ 400 + 200 600. അടുത്ത് നമ്മൾ എഴുതുന്നത് 10 ഡിജിറ്റിൽ കിടക്കുന്ന 30 + 40 ആണ്. 30 + 40 എത്രയാണ്? 70 ആണ്. അതുപോലെ തന്നെ വൺസ് ഡിജിറ്റിൽ കിടക്കുന്നത് 5 + 3 8 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ആൻസർ ഇപ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞു. ഇവിടുത്തെ ആൻസർ എത്രയാണ്? 678 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇതുപോലെ നമുക്ക് ചെയ്യാം. ഇതുപോലെ എഴുതി ചെയ്യുവാണെങ്കിൽ നമുക്ക് ഡിഫിക്കൽട്ടാണ്. ഇത് മൈൻഡിൽ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഫീൽ ചെയ്യും. ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയാലും പ്രാക്ടീസ്ഡ് ആകുമ്പോഴത്തേക്കും നമുക്കിത് ഈസി ആയി തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ.
അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ ചെയ്ത മെത്തേഡ് അല്ലാതെ വേറെ രീതിയിൽ എങ്ങനെയാണ് കണക്കുകൾ പെട്ടെന്ന് കൂട്ടാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സംഖ്യ ഞാൻ എഴുതിയിട്ടുണ്ട്, 38+25. ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതുവരെ ചെയ്ത രീതിയിൽ നോക്കുകയാണെങ്കിൽ 30+20 50 എന്ന് കിട്ടും, 5+8 13, 50+13 63 എന്ന് നമുക്ക് ആൻസർ കിട്ടും. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നത് 38നെ 40 ആക്കാൻ പറ്റുമെന്ന് നോക്കുക. 25ലുള്ള ഒരു 2നെ ഇവിടെ 38ൽ കൊടുക്കുമ്പോഴത്തേക്കും 40 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ആ 40യോടൊപ്പം ഇവിടെ ബാലൻസ് എത്രയാണുള്ളത്, 23 ആണ്. അപ്പോൾ 40+23 63 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇങ്ങനെയും നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാനും നമുക്ക് പറ്റും. അപ്പോൾ നമുക്ക് ടെൻസിലോട്ട് മാറ്റുന്നതാണ് എപ്പോഴും ഈസി. അതുകൊണ്ടാണ് ഈ മെത്തേഡും കൂടി പറയുന്നത്. അതുപോലെ വേറൊരു സംഖ്യ നോക്കാം, 37+23. ഇവിടെയും 23ലുള്ള 3 37ൽ കൊടുക്കുമ്പോൾ 40 ആയി. ഇപ്പുറത്ത് 20 ആണ് ബാലൻസ്. അങ്ങനെ 40+20 60 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമുക്കിനി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് സംഖ്യകൾ തന്നിട്ട് അത് ഒരുമിച്ച് കൂട്ടാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ 2 ഡിജിറ്റിലുള്ളതും 3 ഡിജിറ്റും 4 ഡിജിറ്റും ആയിട്ടുള്ള എക്സാമ്പിൾസ് ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് 2 ഡിജിറ്റിൽ ആദ്യം വൺസ് പ്ലേസിൽ കിടക്കുന്നതിനെ ആദ്യം നമുക്ക് കൂട്ടാം. വൺസ് ഡിജിറ്റിൽ കിടക്കുന്നതിനെ നമ്മൾ കൂട്ടിയതിന് ശേഷം ടെൻസ് ഡിജിറ്റിൽ നമുക്ക് കൂട്ടാം. അപ്പോൾ ഫസ്റ്റ് വൺസ് ഡിജിറ്റിൽ കിടക്കുന്നത് കൂട്ടുന്നത് എപ്പോഴും 10ലോട്ടാക്കാൻ നോക്കുക. 8+2 10 ആണ്, 6+4 10 ആണ്. അത് കഴിഞ്ഞാൽ 2 ഉണ്ട്, അങ്ങനെ 22 എന്ന് കിട്ടും. അത് നമ്മൾ അങ്ങനെ 22 എന്ന് എഴുതാം. അതിൽ നിന്നും വൺസ് പ്ലേസ് മാറ്റിയിട്ട് വേണം അടുത്ത ടെൻസ് പ്ലേസ് കൂട്ടിയിട്ട് എഴുതാനായിട്ട്. ടെൻസ് പ്ലേസ് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3+4 7, 7+3 10, 10+2 13 എന്ന് നമുക്ക് കിട്ടും. ആ 13 22യുടെ താഴേക്ക് എഴുതുക. അതും 22ൻ്റെ ഒരു പ്ലേസ് മാറ്റിയിട്ട് വേണം എഴുതാൻ. അപ്പോൾ ഇതുപോലെ എഴുതുക. ഇങ്ങനെ എഴുതിയിട്ട് ഇവിടെ നിന്ന് നമ്മൾ 2, പിന്നെ 2+3 5 ആണ്, 5 പിന്നെ 1, അങ്ങനെ 152 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇതുപോലെ തന്നെയാണ് നമ്മൾ 3 ഡിജിറ്റും നോക്കാനായിട്ട്. അപ്പോൾ വൺസ് പ്ലേസും ടെൻസ് പ്ലേസും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് പ്ലേസ് വാല്യൂവിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ പൊസിഷൻ നെയിംസും എല്ലാം ഞാൻ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അത് നോക്കാം. അപ്പോൾ അടുത്ത 3 ഡിജിറ്റിലും നമ്മൾ അതുപോലെ ടെൻസിലോട്ട് മാറ്റിയിട്ട് ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെയും നമുക്ക് 22 എന്ന് കിട്ടി. അടുത്ത് നമ്മൾ വൺസാണ് ഇപ്പോൾ എഴുതിയത്. ഇപ്പോൾ ടെൻസിലോട്ട് നോക്കുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും, 15 എന്ന് കിട്ടും. അതും നേരത്തെ എഴുതിയ പോലെ തന്നെ 22ൻ്റെ താഴെയായിട്ട് വൺസ് പ്ലേസ് മാറ്റിയിട്ട് എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് 100 പ്ലേസിലുള്ളതിനെ തമ്മിൽ കൂട്ടുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറിനെ വീണ്ടും 15ൻ്റെ താഴെയായിട്ട് എഴുതുക. അപ്പോഴും വൺസ് പ്ലേസ് മാറ്റി തന്നെ എഴുതുക കേട്ടോ. അപ്പോൾ നമുക്ക് 100 പ്ലേസ് കൂട്ടുമ്പോൾ കിട്ടുന്ന ആൻസർ 15ൻ്റെ താഴെയോട്ട് എഴുതാനായിട്ട് നോക്കുക. പ്ലേസുകൾ തമ്മിൽ മാറിപ്പോകരുത്. അപ്പോൾ 100 പ്ലേസ് കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയത് 12 എന്നാണ്. അപ്പോൾ ഫൈനൽ ആൻസർ എത്രയാണ്, 1372 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇതുപോലെ തന്നെയാണ് 4 ഡിജിറ്റും നമ്മൾ ചെയ്യേണ്ടത്. 4 ഡിജിറ്റ് ചെയ്യുമ്പോഴും ഫസ്റ്റ് വൺസ് പ്ലേസ് ചെയ്യുക, പിന്നെ ടെൻസ്, പിന്നെ 100, പിന്നെ 1000 പ്ലേസ്. ഇങ്ങനെ വേണം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ പ്ലേസ് നെയിംസും പൊസിഷൻ നെയിംസും ഒക്കെ അറിയാത്തവരും കൺഫ്യൂഷൻ ഉള്ളവരും എൻ്റെ ഈ ചാനലിൽ തന്നെ മുമ്പിട്ട വീഡിയോ ഒന്ന് റെഫർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ എഴുതുന്ന പോലെ തന്നെ 4 ഡിജിറ്റിൽ ഫസ്റ്റ് 20 വൺസ് ഡിജിറ്റിൽ എഴുതി. അടുത്ത് ടെൻസ് ഡിജിറ്റ് 15 എന്ന് കിട്ടി, അത് താഴെ എഴുതി. അതിനും താഴെയായിട്ട് 100 പ്ലേസിലുള്ളത് എഴുതി. അതിനും താഴെയായിട്ട് 1000 പ്ലേസിൽ വരുന്ന ആൻസർ 13 എന്നുള്ളതും ഓരോ പ്ലേസ് മാറ്റി മാറ്റി നമ്മൾ എഴുതി. എന്നിട്ട് ഫൈനൽ ആൻസർ ഇതുപോലെ കൂട്ടി നമ്മൾ എഴുതുക. അപ്പോൾ നമുക്ക് 15,170 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഈ രീതിയിലാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഈ രീതിയിൽ മാത്രമല്ല കേട്ടോ, നമ്മൾ നേരത്തെ ചെയ്തു വന്ന രീതിയിലും നമുക്കിത് ചെയ്യാം. ഇത് വേറൊരു മെത്തേഡ് കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഏതാണോ സ്യൂട്ടബിളായിട്ട് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത് ആ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കാം. നമ്മൾ ഇമ്പ്രൂവ് ആയി വരുമ്പോൾ നമുക്ക് വേറെ മെത്തേഡ്സാണ് ബെറ്ററായിട്ട് തോന്നുന്നതെങ്കിൽ അതിലോട്ട് മാറുക. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡാണ് കംഫർട്ട് എന്ന് തോന്നുന്നെങ്കിൽ അത് തന്നെ ചെയ്യുക. എങ്ങനെയായാലും കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ട്രൈ ചെയ്യുന്നവർക്ക് ഫാസ്റ്റായിട്ട് ചെയ്യുക എന്നതിലാണ് കാര്യം. അപ്പോൾ അതിന് ഏറ്റവും സ്യൂട്ടബിളായിട്ട് തോന്നുന്നത് ആ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇനി നമുക്ക് തുടർച്ചയായി വരുന്ന 10 നമ്പേഴ്സ് കൂട്ടാനായിട്ട് എക്സാംസിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ യൂസ് ചെയ്യേണ്ട രീതിയാണ് പറയുന്നത്.
തുടർച്ചയായി വരുന്ന 10 നമ്പേഴ്സിന് മാത്രം കേട്ടോ. അതിന് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നോക്കാം. പെട്ടെന്ന് നമുക്ക് എങ്ങനെ ആൻസർ എടുക്കാം നോക്കാം. ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് ഇതിലെ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 21 ആണ്. അതിനോടൊപ്പം 4 എന്ന സംഖ്യ കൂട്ടുക, അപ്പോൾ നമുക്ക് കിട്ടുക 25 എന്നാണ്. ഇതിനോടൊപ്പം 5 എന്നത് ചേർത്ത് കൊടുക്കുക, കൂട്ടുകയല്ല വേണ്ടത്, ചേർത്ത് കൊടുക്കുകയാണ്. ലാസ്റ്റ് ഡിജിറ്റായിട്ട് 5 എന്നുള്ളത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ, കൂട്ടുകയല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തെന്ന് കിട്ടും? 255 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഫസ്റ്റ് നമ്പറിനോടൊപ്പം 4 കൂട്ടുക, എന്നിട്ട് ആ കിട്ടിയ ആൻസറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റായിട്ട് 5 എന്നുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെയാണ് ചെയ്യാൻ. വേറൊരു നമ്പറും കൂടെ നോക്കാം. വേറെ ഞാനൊരു 10 നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട് തുടർച്ചയായി വരുന്ന. ഇതിലെ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 40 ആണ്. ഇതിനോടൊപ്പം 4 എന്നുള്ളത് കൂട്ടി 44 എന്ന ആൻസർ കിട്ടി. ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റായിട്ട് 5 എന്നുള്ളത് ഇട്ട് കൊടുക്കുകയാണ്, ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്, കൂട്ടുകയല്ല ചെയ്യുന്നത്, ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഫൈനൽ ആൻസർ എത്ര? 445 എന്ന് ഈസി ആയിട്ട് നമുക്കിവിടെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നതാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് നല്ലത് കേട്ടോ, പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതുന്ന സമയത്ത്. ഇനി നമ്മൾ നോക്കുന്നത് ഒരേ സംഖ്യ റിപ്പീറ്റഡായിട്ട് വരുന്നവ എങ്ങനെയാണ് കൂട്ടുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ എക്സാംസിലൊക്കെ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് ഉണ്ട് ഇങ്ങനത്തത് ചോദിക്കുമ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ എഴുതിയിരിക്കുന്ന പോലത്തെ ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് 4 + 44 + 444 എന്നതാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഈസിയായി കൂട്ടാനായിട്ട് ഈസിയായിട്ട് കൂട്ടുന്നത് എങ്ങനെയെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്ന ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ആ 4 അങ്ങനെ എഴുതുക, എന്നിട്ട് അതിനോടൊപ്പം ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ആ നമ്പർ എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ 4 എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ, അതുകൊണ്ട് അവിടെ ഒരിക്കലേ വരുന്നുള്ളൂ. രണ്ടാമത് 2 പ്രാവശ്യം 4 ഉണ്ട്, അപ്പോൾ 2. മൂന്നാമത് എഴുതിയിരിക്കുന്നതിൽ 3 പ്രാവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ അതിനെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ 123. ആ 123യെ നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 492, 492 എന്ന ആൻസർ കിട്ടും. ഇതാണ് ഇവ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ആൻസർ. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഇതേപോലെ വേറൊരു സംഖ്യ കൂടെ നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ 6 + 66 + 666 + 6666 ഇതാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് നമ്പർ എന്താണ്? 6 ആണ്. ഫസ്റ്റ് നമ്പർ എന്നല്ല, ഇവിടെ റിപ്പീറ്റഡ് ആയി വരുന്ന നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. ആ 6നോടൊപ്പം മൾട്ടിപ്ലൈ ചെയ്യേണ്ട നമ്പർ നേരത്തെ പോലെ 123 അല്ല, ഇവിടെ 1234 എന്നതാണ്. കാരണം ആദ്യം ഒരിക്കലാണ് 6 ഉള്ളത്, രണ്ടാമത് 2 പ്രാവശ്യം, മൂന്നാമത് 3 പ്രാവശ്യം, നാലാമത് 4 പ്രാവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത്. ഇങ്ങനെ എടുത്തിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ് ഇവിടുത്തെ ഇവ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ആൻസറും. അങ്ങനെ ഇവിടെ കിട്ടിയത് എത്രയാണ്? 7404 എന്നാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ് വേറൊരു ഇതും കൂടെ പോയിരുന്നെങ്കിൽ 5 കൂടെ വന്നേനെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ 5 കൂടെ ഇട്ടിട്ട് വേണമായിരുന്നു 6നോട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മുമ്പത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇനി ഒരു സംഖ്യയും കൂടെ കൂട്ടാൻ ചോദിച്ചിരുന്നുവെങ്കിൽ 4 എന്നത് വന്നേനെ. അപ്പോൾ 1234 എന്നുള്ളതാണ് 4നോടൊപ്പം കൂട്ടേണ്ടിയിരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ്സ് വഴി അറിയിക്കുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് കൂടാതെ വേറെ ഏതെങ്കിലും മെത്തേഡ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതും കൂടി കമൻറ്റ്സ് വഴി അറിയിക്കുക. എനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും കൂടി അത് ഉപയോഗപ്പെടും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ വേറെ ഏതെങ്കിലും വീഡിയോയിൽ മാറ്റേണ്ട സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ്സിൽ അറിയിക്കുക കേട്ടോ. പിന്നെ വീഡിയോ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോസുകളായിട്ട് വരാം. അപ്പോൾ താങ്ക് യു.